മരങ്ങളും മനുഷ്യരും ആത്മബന്ധത്തിൽ കഴിയുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. മരങ്ങളോടൊപ്പം ജീവിക്കുന്ന നഗരവാസികളുടെ നേർക്കാഴ്ചകൾ, മനുഷ്യർ മരങ്ങളെ കരുതുന്ന അടയാളങ്ങൾ. ബാംഗ്ലൂർ നഗരം വൃക്ഷത്തണലിലാണ്. പുരാതന ബാംഗ്ലൂരിനെയും പുതുതായി വളർന്നു വന്ന ബാംഗ്ലൂരിനെയും ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് നഗരങ്ങളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും വലിയ മരങ്ങൾ. വലിയ മരങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതെല്ലാം പഴയ ബാംഗ്ലൂറാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ടിനുള്ളിൽ സിറ്റിയായി മാറിയ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ചെറിയ മരങ്ങൾ കാണാം, നട്ടു വളർത്തുന്നവ. വീടിനോട് ചേർന്ന് ഭിത്തിയിൽ മുട്ടി വലിയ മരങ്ങൾ നിൽക്കുന്നു. അവയൊന്നും ആരും മുറിക്കാറില്ല, മുറിക്കാൻ അനുവാദവുമില്ല. വീടിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ തെങ്ങുകൾ കാണുക. ഒരു കാരണവും പറഞ്ഞ് വീട്ടുകാർ അവ മുറിക്കില്ല. ഭിത്തിയിൽ മുട്ടിയാണ് ചില തെങ്ങുകൾ വളർന്നിരിക്കുന്നത്. അതിൻ്റെ ജീവനും ഇവിടെ ഭീഷണിയില്ല. തേങ്ങ, മടൽ, ഓല മുതലായവ വീഴുന്നത് അയൽവീടിൻ്റെ മുറ്റത്തോ ടെറസിലോ ആകാം. എന്നാലും അവ മുറിച്ച് കളയണമെന്ന വഴക്കുമായി അയലത്തുകാർ വരാറില്ല. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ കേസും വഴക്കും കുത്തും വെട്ടും ഒക്കെ ആയേനെ. ചിലയിടങ്ങളിൽ മരശിഖരങ്ങൾ മൂലം കെട്ടിടങ്ങളിൽ വെയിൽ കടന്നു വരാറേയില്ല. പൊതുവെ തണുപ്പുള്ള ബാംഗ്ലൂരിൽ വെയിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. എന്നിരുന്നാലും കെട്ടിടത്തിന് മുകളിലേക്ക് കിടക്കുന്ന ശിഖരങ്ങൾ മുറിച്ച് കളയാറില്ല. മരക്കൊമ്പ് ഒടിഞ്ഞ് പുരപ്പുറത്തേക്ക് വീഴും എന്ന ഭയത്താൽ കമ്പുകൾ മുറിക്കാനാണെങ്കിൽ ബാംഗ്ലൂർ നഗരത്തിലെ 10,000-കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. മരങ്ങളും വീടുകളും ഇവിടെ സ്നേഹിതരായി കഴിയുന്ന കാഴ്ചകളാണ് എല്ലായിടത്തും. വീടിനോട് ചേർന്ന് പരമാവധി മരങ്ങൾ വളർത്തുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് കാഴ്ചയിൽ തോന്നുന്നു. കേരളത്തിലായിരുന്നെങ്കിൽ മരം പിഴുത് കെട്ടിടത്തിൽ വീണ് കെട്ടിടം തകരും, വീട്ടിലുള്ളവരെല്ലാം മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഇവയെല്ലാം മുറിച്ച് കളഞ്ഞേനെ. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ മേഖലയാണ്. പുരാതന ബാംഗ്ലൂരിലെ ഒരു ഭവന മേഖല, അരനൂറ്റാണ്ട് പഴക്കമുള്ള ഹൗസിംഗ് മേഖല. ഇവിടെയെല്ലാം റോഡരികിൽ വളരെയേറെ മരങ്ങളുണ്ട്. അവയ്ക്കൊന്നും ഒരു പോറലും ഏൽപ്പിക്കാതെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്.
3-4 കിലോമീറ്റർ നീളവും ഏതാണ്ട് അതേ വീതിയുമുള്ള ജനവാസ മേഖലയാണിത്. ആയിരക്കണക്കിന് വീടുകളും നിരവധി ഫ്ലാറ്റുകളും ഇവിടെയുണ്ട്. എല്ലായിടത്തും വീതിയുള്ള റോഡുകളും, ഒപ്പം റോഡിനിരുവശവും മരങ്ങളും. മരങ്ങൾ പിഴുതുപോയാൽ ആ സ്ഥലത്ത് പുതിയ മരത്തൈകൾ വെച്ച് പിടിപ്പിക്കും. ബാംഗ്ലൂർ നഗരത്തിൽ ഇത്തരം 100 കണക്കിന് റെസിഡൻഷ്യൽ മേഖലകളുണ്ട്. അവയ്ക്കെല്ലാം പ്രത്യേക പേരുകളുമുണ്ട്. റെസിഡൻഷ്യൽ മേഖലകളിൽ മാത്രമല്ല മരങ്ങൾ സംരക്ഷിക്കുന്നത്. പ്രധാന റോഡുകൾക്കിരുവശവും വാണിജ്യ മേഖലയിലുമെല്ലാം മരങ്ങൾ സംരക്ഷിക്കുന്നു. ബാംഗ്ലൂർ സിറ്റിയിലെ ചില പട്ടണങ്ങളിലെ കെട്ടിടങ്ങൾ മരത്തണലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. മല്ലേശ്വരം എന്നൊരു പട്ടണമുണ്ട്. ഒരു വാണിജ്യ മേഖലയാണ്. ഇവിടെ ഒരു കടയ്ക്ക് മുന്നിലും വെയിൽ കടന്നു വരാറില്ല. കൂറ്റൻ മരങ്ങൾക്കടിയിലെ ഒരു പട്ടണമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. തണലിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഇലകളും പൂക്കളും നിത്യവും തൂത്തുവാരുവാൻ ബാംഗ്ലൂർ സിറ്റിയിൽ എല്ലായിടത്തും ജീവനക്കാരുണ്ട്. അവർ അത് നിത്യവും ഭംഗിയായി ചെയ്യുന്നു. ഒരു ദിവസം ഈ വൃത്തിയാക്കൽ നടന്നില്ലെങ്കിൽ ഈ നഗരം ഇലകളുടെയും കൊഴിഞ്ഞു കിടക്കുന്ന പൂക്കളുടെയും പറമ്പായി മാറും. മരങ്ങളിൽ മഹാഭൂരിഭാഗവും കോർപ്പറേഷൻ വസ്തുവിലാണ് നിൽക്കുന്നത്. ഇത് കാരണം പൊതുജനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് ഇവ മുറിച്ചു കളയാനും അനുവാദമില്ല. 1-2 സെൻറ്റിലാണ് ഭൂരിഭാഗം വീടുകളും. അതിനാൽ സ്വന്തം വസ്തുവിൽ മരം വെച്ച് പിടിപ്പിക്കാൻ അവസരവും ലഭിക്കുന്നില്ല. അഥവാ വീട് നിൽക്കുന്ന പ്ലോട്ടിൽ ഒരു മരമുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനും വീട്ടുകാർ താൽപ്പര്യം കാട്ടാറുണ്ട്. വീടിൻ്റെ പുറത്തേക്ക് വലിയ മരശിഖരം കിടക്കുന്നു, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കോർപ്പറേഷനിൽ പരാതി നൽകിയാൽ ശിഖരം മുറിച്ചു മാറ്റിക്കൊടുക്കും. എന്നാലും അങ്ങനെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതായി കാണാനും സാധിക്കുന്നില്ല. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള 4 മാസമാണ് ബാംഗ്ലൂർ സിറ്റിയിലെ വേനൽക്കാലം. അപ്പോഴും ചൂട് ശരാശരി 30 ഡിഗ്രിക്ക് മുകളിൽ വരാറില്ല. കെട്ടിടങ്ങളെയും റോഡുകളെയും പൊതിഞ്ഞു കിടക്കുന്ന വലിയ മരങ്ങളുടെ ശിഖരങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ഇതൊരു പ്ലാവിൻ തൈ. വീടിന് മുൻപിലെ മരമില്ലാത്ത ഭാഗത്ത് വീട്ടുകാർ മുൻകൈ എടുത്ത് മരം നട്ടു വളർത്തുന്ന കാഴ്ചയാണിത്.
റോഡിലെ ഇലകൾ തൂത്തുവാരുന്ന ജീവനക്കാരിയെയും നമുക്കിവിടെ കാണാം. അവർക്കെല്ലാം പ്രത്യേക യൂണിഫോം ഉണ്ട്. വീടിൻ്റെ ഗേറ്റിന് മുൻപിലായിരിക്കാം ഒരു പക്ഷേ മരം. വാഹനം ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാരണം പറഞ്ഞും ഈ മരം മുറിക്കാൻ സാധിക്കില്ല. മരത്തിന് വളരാൻ തടസ്സമുണ്ടാകാതെ വീട് നിർമ്മിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഗേറ്റ് മാറ്റി നിർമ്മിക്കണം. അതാണിവിടെ കണ്ടുവരുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദേശീയപാതയിലൂടെയോ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള MC റോഡിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഇവിടെ നട്ടു വളർത്തിയ മരങ്ങളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നവ മാത്രം എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ 50 വർഷത്തിനുള്ളിൽ 100 കണക്കിന് മരങ്ങൾ ഈ ഭാഗത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ടാകാം. പൊതുവെ വേനൽ കൂടുതലുള്ള കേരളത്തിൽ റോഡിനിരുവശവും മരങ്ങൾ നട്ടു വളർത്തുവാൻ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. മഴ ആവശ്യത്തിന് ലഭിക്കുന്ന കേരളത്തിൽ മരങ്ങൾക്ക് വളരുവാൻ അനുകൂലമായ കാലാവസ്ഥയാണുള്ളത്. എന്നാൽ ഒരല്പം പോലും തണലില്ലാത്ത റോഡുകളാണ് കേരളത്തിലെ മിക്ക പ്രധാന റോഡുകളും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ അല്ലെങ്കിൽ കോട്ടയം വരെ എന്നെടുത്തു പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് മാത്രം. എല്ലായിടത്തും തരിശായിക്കൊണ്ടിരിക്കുന്ന റോഡുകളാണ് കാണാൻ സാധിക്കുന്നത്. എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് പോയാലും ഇതുതന്നെ അവസ്ഥ. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലാകട്ടെ റോഡിനിരുവശവും തണൽ മരങ്ങൾ നട്ടുവളർത്തുന്നു, അവയെ പരിപാലിക്കുന്നു. യാത്രക്കാർക്ക് എത്ര ആശ്വാസമാണ് ഈ തണൽ മരങ്ങൾ നൽകുന്നത്. ബാംഗ്ലൂർ സിറ്റിയിലെ എല്ലാ റെസിഡൻഷ്യൽ ഏരിയകളിലും ഇത്തരം വലിയ മരങ്ങളില്ല. പൗരാണിക ബാംഗ്ലൂരിലാണ് ഈ കാഴ്ച എന്ന് ഈ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് എടുത്തു പറയുകയുണ്ടായത് ശ്രദ്ധിക്കണം. നഗരം 4 ഭാഗത്തേക്കും വളരുകയാണ്. ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തെത്താൻ 100 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടിയ അവസ്ഥ. അത്രയ്ക്കും ദ്രുതഗതിയിലാണ് ഈ വൻ നഗരം വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതുതായി വളർന്നു വരുന്ന മേഖലയിലെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കോർപ്പറേഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് വളരെ പ്രശംസനീയമായ ഒരു നടപടിയാണ്.
മരങ്ങളോടൊപ്പമുള്ള താമസം വേനൽക്കാലത്തൊരാശ്വാസമാണെങ്കിലും തണുപ്പുകാലത്ത് ഈ മരങ്ങൾ തണുപ്പിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. നവംബർ മുതൽ ഫെബ്രുവരി വരെ ബാംഗ്ലൂരിൽ തണുപ്പ് സീസണാണ്.